ഹലോ, അപ്പോൾ നമുക്കിന്നൊരു മഷ്റൂം ബൺ അല്ലെങ്കിൽ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാവ് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. പാൽപ്പൊടിക്ക് പകരം പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഇപ്പോൾ ഒഴിക്കാം. നല്ല ഒട്ടുന്ന പരുവത്തിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു. അപ്പം മൊത്തം 3/4 + 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത്. കണ്ടോ, നല്ല ഒട്ടുന്ന പരുവത്തിലുള്ള മാവാണിത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടറുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ബട്ടറും ഓയിലൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് കുഴച്ചാൽ മതി. ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം വെളുത്തുള്ളി നന്നായി ചെറുതായിട്ട് അരിയുക. മഷ്റൂമും നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിക്കുക. ഈ മിക്സർ ഇടുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ബട്ടറിന് പകരം ഓയിലും യൂസ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. സമയം കൊണ്ട് 1/2 കപ്പ് ചീസ് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്, ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞു മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത്യാവശ്യം മൈദ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു 10 പീസായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഓരോ പീസും എടുത്ത് ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ റെഡിയാക്കി വെക്കണം ബേക്ക് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ തടവുന്നുണ്ട് പാനിലേക്ക്. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതെല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് തട്ടി കൊടുക്കുക. ബാക്കി വരുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കളയാം. ഇപ്പോൾ പാൻ ഇവിടെ റെഡിയായി. നമ്മുടെ ഫില്ലിങ് മഷ്റൂം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ചീസും എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മൈദ യൂസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. വട്ടത്തിലല്ല പരത്തുന്നത്, റോൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് നീളത്തിലാണ് പരത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിലേക്ക് മഷ്റൂമും ചീസും കൂടി വെക്കാം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഈ മടക്കി വെക്കുന്ന ഭാഗം നമ്മുടെ ബേക്കിംഗ് ട്രേയുടെ താഴെ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാ ഉരുളകളും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം എല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഈ റോളിലേക്ക്. പാലല്ലെങ്കിൽ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മുട്ടയും നമുക്കിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണിത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് എള്ളുണ്ടായിരുന്നു, അതും കൂടി ഞാനിങ്ങനെ വിതറി കൊടുക്കുകയാണ്. ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ.
ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 28 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഓവൻ. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. ഓവനിലേക്ക് വെച്ച് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 22 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി 2 മിനിറ്റും കൂടി നമുക്ക് വെച്ചിട്ട് ഓവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള മഷ്റൂം റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ തേച്ച് പിടിപ്പിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ. നമ്മൾ വിചാരിക്കും ഇത്ര എളുപ്പമായിരുന്നോ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുക. ഒരു ഉച്ചക്കൊക്കെ ഇത് മാവ് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സംഭവം റെഡിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.